മാടായി കോളേജിലെ നിയമന വിവാദത്തിൽ പ്രശ്നപരിഹാരത്തിന് കെപിസിസി നിയമിച്ച സമിതി ചർച്ച നടത്തുകയാണ്. എം കെ രാഘവൻ എം പിയെ അനുകൂലിക്കുന്നവരും പ്രതികൂലിക്കുന്നവരും പങ്കെടുക്കുന്നുണ്ട്. കണ്ണൂർ DCCയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലാണ് ചർച്ച നടത്തുന്നത്. ഫെലിക്സ് വിവരങ്ങളുമായി ചേരുന്നു. ഫെലിക്സ്, ഇത് വളർന്ന് കോൺഗ്രസിലെ വലിയൊരു ആഭ്യന്തര പ്രശ്നമായി തന്നെ മാറുന്നുണ്ട്. കെ സുധാകരൻ ഈ വിഷയത്തിൽ കാര്യക്ഷമമായി ഇടപെടുന്നില്ല എന്ന് പരാതി വരുന്നു. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള ഒരു വിഷയമായിട്ട് പോലും. ഇന്ന് ഈ ചർച്ചയ്ക്ക് ശേഷം പലരും രാജ്യപ്രഖ്യാപനം, രാജ്യഭീഷണിയൊക്കെ മുഴക്കി ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ ഒരു തീരുമാനമാകുമോ ഫെലിക്സ്? ഏതായാലും ഒരു പ്രശ്നപരിഹാരം ഉടനെ ഉണ്ടാകുമെന്നതിൽ ഒരു സംശയമുണ്ട്. ഏതായാലും ഇപ്പോൾ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 3 അംഗ സമിതിയാണ് ഈ വിഷയം പരിഹരിക്കാനായി KPCC നിയോഗിച്ചിട്ടുള്ളത്. അല്പസമയം മുമ്പ് അവർ കണ്ണൂർ DCC ഓഫീസിലെത്തി ഇരു വിഭാഗവുമായി ഒറ്റയ്ക്കാണ് ചർച്ച നടത്തുന്നത്. ആദ്യഘട്ടത്തിൽ ഈ MK രാഘവനെതിരെ പരാതി നൽകിയ ആളുകൾ, പ്രാദേശിക നേതൃത്വം ആണ്, അവരുമായാണ് ചർച്ച നടത്തുന്നത്. അതിനുശേഷമായിരിക്കും MK രാഘവൻ MP അനുകൂലിക്കുന്നവരുമായുള്ള ചർച്ചയും നടക്കുക. നമുക്കറിയാം, മാടായി കോളേജ് MK രാഘവൻ MP നേതൃത്വം നൽകുന്ന കോർപ്പറേറ്റീവ് സൊസൈറ്റിയാണ് ഭരിക്കുന്നത്. അതിൻ്റെ ചെയർമാനാണ് MK രാഘവൻ MP. അവിടെ ബന്ധുവിനും DYFI നേതാവിനും ഈ MP നിയമനം നൽകി എന്നതാണ് പ്രാദേശിക നേതൃത്വത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം. ഏതായാലും അതുമായി ബന്ധപ്പെട്ടൊരു പരസ്യ പ്രതിഷേധം ശക്തമായി മുന്നോട്ട് പോവുകയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ അത് പാർട്ടിക്ക് വലിയ രീതിയിൽ ക്ഷീണം സംഭവിക്കുകയും ചെയ്യും എന്ന് കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് KPCC ഇക്കാര്യത്തിൽ ഒരു ഇടപെടൽ നടത്താൻ തീരുമാനിക്കുകയും 3 അംഗ സമിതിയെ നിയോഗിക്കുകയും അവരിപ്പോൾ ഇവിടെ ചർച്ച നടത്തുകയും ചെയ്യുന്നു. ഏതായാലും ഈ വിഷയത്തിൽ ഇരുവിഭാഗവും ഉറച്ചു നിൽക്കുന്നു. നിയമനം നടത്തും എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് MK രാഘവൻ MP. എന്നാൽ അത് അനുവദിക്കില്ല എന്ന് എതിർവിഭാഗവും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇതിൽ ഉടനെ ഒരു പ്രശ്നപരിഹാരം ഉണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ അത് എങ്ങനെ പരിഹരിക്കും എന്ന കാര്യത്തിലൊരു വ്യക്തതയില്ല. ഏതായാലും ഇപ്പോൾ ചർച്ച പുരോഗമിക്കുകയാണ്.